റെസിഡന്റ് ഡോക്ടർമാർ പ്രഖ്യാപിച്ച 6 ദിവസത്തെ പണിമുടക്കിനെതിരെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. ഈസ്റ്ററിന് ശേഷം ഏപ്രിൽ 7 മുതൽ 13 വരെ നടക്കാനിരിക്കുന്ന സമരം 48 മണിക്കൂറിനകം പിൻവലിക്കണമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ BMAയ്ക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. നിശ്ചിത സമയത്തിനകം സമരം പിൻവലിക്കാനോ സർക്കാർ മുന്നോട്ട് വെച്ച ശമ്പള പരിഷ്കരണ പാക്കേജ് ഡോക്ടർമാർക്കിടയിൽ വോട്ടിനിടാനോ തയ്യാറായില്ല എങ്കിൽ വാഗ്ദാനം ചെയ്ത ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ റദ്ദാക്കുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഡോക്ടർമാർക്ക് 7.1% ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ പാക്കേജാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ സംഘടനയുടെ നേതൃത്വം ഇത് അംഗങ്ങൾക്കിടയിൽ വോട്ടിനിടാൻ പോലും തയ്യാറാക്കാതെ ഏകപക്ഷീയമായി തള്ളിക്കളഞ്ഞത് അങ്ങേയറ്റം അപകടകരമായ നീക്കമാണെന്ന് സ്റ്റാർമർ പറഞ്ഞു. രോഗികൾക്കും NHSനും ഡോക്ടർമാർക്കും വേണ്ടി BMA ഈ തീരുമാനം പുനഃപരിശോധിക്കണം. കരാർ നിരസിക്കുന്നതിലൂടെ ആർക്കും ഒരു ഗുണവും ലഭിക്കില്ല എന്നും സ്റ്റാർമർ വ്യക്തമാക്കി. സർക്കാർ വാഗ്ദാനം ചെയ്ത പാക്കേജിൽ ശമ്പള വർധനവിന് പുറമെ ഡോക്ടർമാർ കാലങ്ങളായി ഉന്നയിക്കുന്ന പല പരാതികൾക്കും പരിഹാരമുണ്ടായിരുന്നു. അടുത്ത 3 വർഷത്തിനുള്ളിൽ സ്പെഷ്യലിസ്റ്റ് ട്രെയിനിങ്ങിനായി 4500 അധിക തസ്തികകൾ അനുവദിക്കുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു. ഇതിൽ 1000ഓളം തസ്തികകളിലേക്കുള്ള അപേക്ഷാ നടപടികൾ ഈ മാസം ആരംഭിക്കേണ്ടതാണ്. സമരം തുടർന്നാൽ ഈ തസ്തികകൾ ഇല്ലാതെയാകും. റോയൽ കോളേജ് പരീക്ഷകൾക്കായി ഡോക്ടർമാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കുന്ന തുക തിരികെ നൽകാനുള്ള നിർദ്ദേശവും പാക്കേജിൽ ഉണ്ടായിരുന്നു. നാണയപ്പെരുപ്പ നിരക്കിനേക്കാൾ ഉയർന്ന ശമ്പള വർധനവും വേഗത്തിലുള്ള പ്രൊമോഷൻ സാധ്യതകളും പാക്കേജിന്റെ ഭാഗമായിരുന്നു. വ്യാഴാഴ്ചയ്ക്കുള്ളിൽ ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് വോട്ടിംഗിലേക്ക് പോയില്ലെങ്കിൽ ഈ ആനുകൂല്യങ്ങളെല്ലാം പിൻവലിക്കുവാനാണ് സർക്കാരിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.